ഇതാ ഇത് കണ്ടോ, ഇതാണ് ബെയർ ആപ്പിള്. ആപ്പിൾ ബെയർ എന്നും പറയും. ഇത് വാങ്ങി വെച്ചിട്ട് ഏകദേശം 1.5 വർഷമായി കാണും. ഇപ്പോൾ അത് നിറയെ കായ്ച്ചിട്ടുണ്ട്. ഇത് 2ാം തവണയാണ് ഇതിൽ കാ വരുന്നത്. ഇത് നല്ല പഴുക്കുമ്പോൾ യെല്ലോ കളറാവുന്നത്. റെഡ് കളറിലുള്ള ആപ്പിൾ ബെയറും ഉണ്ട്, പക്ഷെ നമുക്ക് കിട്ടിയേക്കുന്ന യെല്ലോ കളറാണ്. നിറച്ച് കായ്ച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ ഇതാ പൊക്കവും വെച്ചിട്ടുണ്ട്. എല്ലാ കമ്പിലും കായും ഉണ്ട്. കണ്ടില്ലേ? ഇത് മൾബറിയാണ്. പുതിയ ഇനം മൾബറി ജ്യൂസ് അടിക്കാൻ ഏറ്റവും നല്ലത്. ഇതും എല്ലാ കമ്പിലും കാ വന്നിട്ടുണ്ട്. ഇതാണ് സർപ്രൈസായിട്ട് വന്നേക്കുന്ന സീതപ്പഴം. ഒറ്റ കായേ പിടിച്ചിട്ടുള്ളൂ, പക്ഷേ ഇത്ര പെട്ടെന്ന് പിടിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഈ വരുന്ന ആളിനെ കണ്ടോ, പന്തൽ പോലെ നിൽക്കുന്നത് ചെറിയാണ്. ഈ ഫ്രൂട്ട്സിൻ്റെ തൈകളെല്ലാം ഒരേ സമയത്ത് വാങ്ങി വെച്ചതാണ്. ചെറിക്കകത്ത് സീസൺ അല്ലാത്തതുകൊണ്ട് കായൊന്നുമില്ല, എങ്കിലും അവിടെ ഇവിടെയൊക്കെ ഓരോന്ന് നിൽപ്പുണ്ട്. ഇത് അച്ചാറിടാനാണ് ഏറ്റവും നല്ലത്. കണ്ടില്ലേ? പിന്നെ എല്ലാവരും എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ ആമ്പലിൻ്റെ തൈ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഇത് ആമ്പലിൻ്റെ ഇലയിൽ ഇങ്ങനെ തൊട്ട് നോക്കിയാൽ അറിയാതെ തൈ ആവോ ഇല്ലയോ എന്നുള്ളത്. അത് വെച്ച് വെള്ളത്തിലിട്ടിട്ട് 3-4 ആഴ്ച കഴിയുമ്പോഴേക്കും ആമ്പലിൻ്റെ തൈ റെഡി. 2 കളറിലുള്ള ആമ്പലുണ്ട്. ഈ ആമ്പൽക്കുളം ഞാൻ തനിയെ ഉണ്ടാക്കിയതാണ്. അതിൻ്റെ വീഡിയോ അടുത്തതിൽ.